ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ബുക്ക് റിവ്യൂ ആണ് സേവിങ് ദ ദലൈ ലാമ സ്ക്രീൻസ്. സേവിങ് ദ ദലൈ ലാമ സ്ക്രീൻസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ളത് നീരജ് വഗോലിക്കറും അതിൻ്റെ ബ്യൂട്ടിഫുൾ ഇല്ലസ്ട്രേഷൻസ് ചെയ്തിട്ടുള്ളത് നിലോഫർ വാഡിയാണ്. ഈ പുസ്തകത്തിലെ കഥ എവിടെ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പോൾ കോയിൻസിഡൻ്റലി ഈ കഥ പറയുമ്പോൾ, ഈ ബുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ താമസിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ഈ കഥയുടെ സ്ഥലങ്ങളും കഥയിൽ പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഏകദേശം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പോലെയാണ് കേട്ടോ. അപ്പോൾ ഈ കഥയിൽ ഉള്ളൊരു മെയിൻ ക്യാരക്ടറാണ് ടെൻസിൻ എന്ന് പറഞ്ഞൊരു യങ് മങ്ക്, അതായത് ഒരു ലാമക്കുട്ടികളെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ മോണസ്ട്രി ഉണ്ട്. മോണസ്ട്രിയിൽ പോകുമ്പോൾ ഒത്തിരി ലാമക്കുട്ടികൾ അവിടെ കാണാറുണ്ട്. ഇവിടെ ഒത്തിരി മോണസ്ട്രി ഉണ്ട്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മോണസ്ട്രി ചിൽപ്പം എന്ന് പറഞ്ഞിട്ടൊരു മോണസ്ട്രിയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് മോണസ്ട്രി. പിന്നെ അതുപോലെ 1-2 വലിയ മോണസ്ട്രികളുണ്ട് ഇവിടെ അടുത്ത്. കുഞ്ഞു മോണസ്ട്രികളുണ്ട്. ഗുംപ കുഞ്ഞു മോണസ്ട്രികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയ മോണസ്ട്രിയിൽ അവിടെ ബുദ്ധിസ്റ്റ് മങ്സ് താമസിക്കാറുണ്ട്. അവിടെ വലിയ ആൾക്കാരുണ്ടാവാറുണ്ട്, കുഞ്ഞ് ലാമാജികളുണ്ട്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഇറ്റ്സ് എത്ര പ്രോമിനൻസ് ഒക്കെ ഉള്ളൊരു മോണസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു അവരുടെ ഏറ്റവും മുകളിലുള്ളൊരു മങ്കും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ലാമാജികൾ ഇപ്പോൾ ഞാനവിടെ പോകുമ്പോൾ ഒക്കെ കാണാറുണ്ട് ഈ കുട്ടികളെയൊക്കെ. ആൻഡ് ഞാൻ ചോദിക്കാറുണ്ട് ഇവർക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ പോകാൻ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അവർക്ക് പറ്റുമ്പോഴൊക്കെ അവർ പോകാറുണ്ട്. ആൻഡ് ദേ ലുക്ക് ഹാപ്പി. അവർക്കൊരു പ്രത്യേക കരിക്കുലമുണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അവരവിടെ. ഒരു സ്കിൽ ബേസ്ഡ് കരിക്കുലാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അവരിപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് റോബൊക്കെ ആയിട്ട് യു മൈറ്റ് ബി നോയിങ് ദം. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മോണസ്ട്രിയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അതാണ് അവരെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ഇൻട്രോ. അതിൽ ഒരു കുഞ്ഞു ടെൻസിൻ എന്ന് പറഞ്ഞിട്ടൊരു മങ്കിനെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അവൻ്റെയും അവൻ്റെ ഫ്രണ്ട്സിൻ്റെയും കഥയാണ് ഇത്. അപ്പോൾ അവൻ്റെയും അവൻ്റെ ഫ്രണ്ട്സും കൂടാതെ ഇതിലൊരു വലിയൊരു മെയിൻ ക്യാരക്ടറാണ് തുങ് കർമോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് നെക്ക് ക്രെയിൻസ്. തുങ് കർമോ എന്നാണ് അവരിവിടെ വിളിക്കുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും ഇവരെ പല ലാംഗ്വേജസിൻ്റെയും സൗണ്ട്സ് നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും അതിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്. അത് എപ്പോഴെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്ത് തരുകയും ചെയ്യാം കേട്ടോ. എനിവേ, അപ്പോൾ ഇതിൽ ടെൻസിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ടെൻസിങ്ങിൻ്റെയും ഒരു ചെറിയൊരു അഡ്വെഞ്ചറിൻ്റെ കഥയാണിത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഈ വീഡിയോസിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഐ ഡോണ്ട് തിങ്ക് ആ ഒരു ഫോട്ടോസ് കണ്ടാൽ പോലും സ്ഥലത്തിൻ്റെ ഭംഗി മനസ്സിലാവുമെന്ന്. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവേഴ്സും കാടുകളും ഒക്കെ ഉള്ള മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ എത്രയോ കിളികളുടെ ഒച്ച ഇവിടെ കേൾക്കാൻ പറ്റുമെന്നറിയോ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇറ്റ്സ് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫ്രഷ് എയറും കിളികളുടെ ഒച്ചയൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അതിൽ ചിലപ്പോൾ പലർക്കും ഇപ്പോൾ ഇതിന് എക്കോസിസ്റ്റത്തിന് ഡാമേജ് ചെയ്യുന്ന പല പദ്ധതികളും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഇപ്പം സംടൈംസ് ലോക്കൽസ് ഓൾസോ അവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ നമ്മൾ പല പദ്ധതികളൊക്കെ കൊണ്ടുവരുമ്പോൾ എക്കോസിസ്റ്റത്തിന് ഭയങ്കരമായിട്ട് ഹാം ചെയ്യും. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെ ഭയങ്കരമായിട്ട് ഹാം ചെയ്യും. അങ്ങനൊരു കഥയായത്. അതായത് ഇവിടെ ഒരു ഡാം വരുന്നതാണ്. ഒരു റിവറിൽ ഡാം വരുന്നതൊക്കെ ഇപ്പോൾ ഇത് അച്ഛനമ്മയൊക്കെ എങ്ങനെയാണ് ഡാം വരുന്നത്, എന്തിനാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് ഈ കഥ വായിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഡാം വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട്സൊക്കെ ഉണ്ടാക്കും ആദ്യം തന്നെ. ഏത് ഡാമൊക്കെ വരുന്നതിന് മുന്നേ സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ നടത്തും. ആ സയൻറ്റിഫിക് സ്റ്റഡിയിൽ ചിലപ്പോൾ ഫോൾസ് റിപ്പോർട്ട്സൊക്കെ വരും. എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ആ ഡാം വരേണ്ടത് ചില ആൾക്കാരുടെ ആവശ്യമായതുകൊണ്ട് ചിലപ്പോൾ ഫോൾസ് റിപ്പോർട്ട്സൊക്കെ ആയിരിക്കും ആ ഡാമിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഫോൾസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡാം വരുന്നത് ഇവിടെ. അപ്പോൾ ഡാം വരുമ്പോൾ ഡാം വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തുങ് കർമോ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് നെക്ഡ് ക്രെയിൻ, കൊക്കുകളാണ് കൊക്കുകൾ ഇവിടെ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അവർ 2 സ്ഥലത്താണ് ഇന്ത്യയിൽ തന്നെ അവർ 2 സ്ഥലത്താണ് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ 2ഉം അരുണാചലിലാണ്. അവർ മൈഗ്രേറ്ററി ബേർഡ്സ് ഇവിടെ വന്നിട്ട് വിൻ്ററിൽ ഇവിടെ വന്നിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണിത്.
അപ്പോൾ അതിൽ സെമിത്താങ് എന്ന് പറഞ്ഞിട്ട് സംഗ്ടി എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലത്താണ് ഇവർ വരാറ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇവർ വന്നിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് അവർ 2-3 മാസത്തേക്കൊക്കെ വന്നിട്ടുള്ള കുക്കുകൾ ഇപ്പോൾ 2-3 മാസം പോയിട്ട് അവർക്കൊരു 2 ആഴ്ച പോലും നിൽക്കാൻ പറ്റണില്ല. പല പല കാരണങ്ങളുണ്ട് അതിൽ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഡാം വരുമ്പോൾ അവരൊരു ഹാബിറ്റാറ്റ് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഹാബിറ്റാറ്റ് നശിക്കുന്നതും അതുകൊണ്ട് അവർക്കൊരു ഒരു സേഫ് പ്ലേസ് ഇല്ലാതാവുന്നതും അതോടുകൂടി അവർ വരാതാവുന്നതും പിന്നെ ചിലപ്പോൾ സം ഹാം ഹാപ്പനിങ് ടു ദെം ഓൾസോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നറേറ്റീവ്. അപ്പോൾ ഇതിൽ ടെൻസിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെൻസിങ്ങിന് ഇവരെ പറ്റിയിട്ടൊക്കെ അറിയാം, ഇവർ വരുന്നതിനെ പറ്റിയിട്ട് അറിയാം. ആൻഡ് ടെൻസിങ്ങിന് ദേ ആർ വെരി ഡിയർ ടു ടെൻസിങ് ഫോർ സം റീസൺ. അത് കഥ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ടെൻസിങ്ങും ടെൻസിങ്ങിൻ്റെ ഫ്രണ്ട്സും കൂടി, പേമയും താരയും കൂടി ഈ ഒരു 24 അവേഴ്സിൻ്റെ ഒരു സ്റ്റോറി ലൈനാണത്. 24 അവേഴ്സിൽ അവരൊരു അഡ്വെഞ്ചറാണ്. ഈ ക്രെയിൻസിനെ അവരുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾ ചെയ്യുന്നൊരു അഡ്വെഞ്ചറിനെ കുറിച്ചിട്ടുള്ളൊരു കഥയാണിത് കേട്ടോ. അപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ കൂടെ മുതിർന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ഒരു എൻവയോൺമെൻറ്റ്, ഇപ്പോൾ അരുണാചലിനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ എല്ലാം ഉണ്ട്. ഇപ്പോൾ സംഗ്ടിന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, സെമിത്താങ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണുക, കുട്ടികൾ പറയുക എനിക്കത് കാണണം എന്ന് പറയാം. ദോസ് ഹു ക്യാൻ ഡു ഓൺ ദെയർ ഓൺ അത് ഗൂഗിൾ ചെയ്ത് നോക്കുക, സ്ഥലങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കഥ കൊണ്ട് എന്താ നമുക്കൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ലേണിങ് മെനി തിങ്സ്. ഒരു കഥ എപ്പോഴും കഥയല്ല അല്ലേ. ഇപ്പം നമ്മൾ ഇതിൽ ലാമ കുട്ടികളെ പറ്റിയിട്ട് പ്രോബബ്ലി ഇപ്പോൾ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ലാമ കുട്ടികളും ബുദ്ധിസ്റ്റ് മങ്സൊക്കെ ഇന്ത്യയിൽ വരാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞു കൊടുക്കാം, റിസർച്ചൊക്കെ ചെയ്തിട്ട്. അരുണാചൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഒരു സ്ഥലം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ജോഗ്രഫി ബുക്കിലുള്ളൊരു സ്ഥലമായിട്ട് പഠിക്കുമ്പോൾ ദേ വിൽ നെവർ, ഐ വുഡൻറ്റ് സേ എല്ലാവരും, ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള മെമ്മറി ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ആ സ്ഥലം കണ്ടാലേ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സ്ഥലത്തിനെ കുറിച്ചിട്ട് ഈ കഥയെ കൂടെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ കുട്ടികൾ ഒരിക്കലും മറക്കില്ല. പണ്ട് നമ്മൾ ജോഗ്രഫി ബുക്കിൽ എന്താ ചെയ്യുന്നത്, ഇറ്റാനഗറിനെ പറ്റിയിട്ട് പറയും, അരുണാചൽ പ്രദേശിനെ പറ്റിയിട്ട് പറയും. അല്ലാതെ ആ ഒരു സ്ഥലത്തിനെ പറ്റി പുസ്തകത്തിലൊരു ഒരു പാഠം ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്കതിനുള്ള ഓപ്ഷനും ഉണ്ടായില്ല. പോയി കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വുഡ് ബി ബെറ്റർ. പക്ഷേ അതിനുള്ള ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആസ് ഓഫ് നൗ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഒത്തിരി വൈഡർ നോളജ് ഈ കഥയിൽ കൂടെ നമുക്ക് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അഗെയിൻ ഒരു ഇക്കോസിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം. ആ ഒരു ഇക്കോസിസ്റ്റം എന്തുകൊണ്ടാണ് ഒരു റോഡ് വരുമ്പോഴോ ഡാം വരുമ്പോഴോ ഇറ്റ്സ് നെവർ അബൌട്ട് ആ ഒരു പെർട്ടിക്കുലർ ഡാമോ ഇതിൻ്റെ എന്താ പറയുക ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണം എന്നില്ല. അത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ താമസിക്കുന്ന ജീവജാലങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അവിടുത്തെ ഫോറസ്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ഒരു മെയിൻ സ്ട്രീം സ്റ്റോറിയേ അല്ല പലപ്പോഴും. സോ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ വായിക്കാം, അല്ലെങ്കിൽ മുതിർന്നവർ കൂടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ബുക്ക് റിവ്യൂവിൽ അതിനെക്കുറിച്ച് തൽക്കാലത്തെയും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. പ്രോബ്ലി ഐ ക്യാൻ ഡു സംതിങ് ലേറ്റർ. ഇപ്പം എന്തായാലും ദിസ് ഇസ് അബൌട്ട് ഇൻട്രൊഡ്യൂസിങ് എ ബുക്ക് അല്ലേ. അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ബുക്ക് ഇൻ ദിസ് വീഡിയോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് സംതിങ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഇസ് ഒരു കമ്മ്യൂണിറ്റി ആക്ഷൻ. ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ ഹൗ ദേ കം ടുഗെദർ ഒരു കോസിന് വേണ്ടിയിട്ട്, അതൊക്കെ നമ്മളിവിടെ കാണുന്നതാണ്. ഈ കമ്മ്യൂണിറ്റി ഹൗ ദേ ലിവ് ടുഗെദർ, എന്ത് ഫെസ്റ്റിവൽ ഉണ്ടെന്നുണ്ടെങ്കിലും അവരിപ്പോൾ റിലേറ്റീവ്സ് ഒന്നും ആവണമെന്നില്ല, ദ ഹോൾ വില്ലേജ് ദേ കം ടുഗെദർ ഫോർ ദ ഫെസ്റ്റിവൽ. ഒരു ന്യൂ ഇയറിനാണെന്നുണ്ടെങ്കിൽ സ്നോഫോൾ കാണാനായിട്ട് എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അടുത്തൊരു പെൺകുട്ടി. അവരെല്ലാവരും കൂടി കാറ് വിളിച്ചിട്ട് ദേ ഡോണ്ട് ഓൺ എ കാറേനോ, അപ്പോൾ അവരെല്ലാവരും കൂടി കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ എല്ലാവരും കൂടി വിളിച്ചിട്ട് അവർ സ്നോഫോൾ കാണാനായിട്ട് അവർ പോകുന്ന കാര്യമൊക്കെ. അപ്പോൾ ദാറ്റ്സ് ഹൗ ഈവൻ ഫോർ ഹാപ്പിനെസ്, ഈവൻ ഫോർ എ കോസ്, എല്ലാത്തിനും ദാറ്റ് കമ്മ്യൂണിറ്റി കം ടുഗെദർ. ഒരു ചെറിയൊരു എഫേർട്ട് നമ്മളുടെ ഒരു സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇതെല്ലാം നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു കഥയിൽ കൂടെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ പുസ്തകം എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിങ്ക് കൽപ്പവൃക്ഷയിലൊക്കെ ഉണ്ട്. എൻ്റെ ഐ ഗസ് ഇറ്റ് ഇസ് 150 rupees, അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല. ആമസോണിലും ഉണ്ട്. ആൻഡ് അതൊന്നും ഏത് വേണമെന്ന് ഞാൻ പറയണില്ല, യു ക്യാൻ ഓർഡർ ഇറ്റ്. കാരണം ബുക്ക് സ്റ്റോഴ്സിൽ ഇത് കിട്ടില്ല. ആൻഡ് ദാറ്റ്സ് ദ വെരി റീസൺ ഐ ഹവ് സ്റ്റാർട്ടഡ് ദിസ് ബുക്ക് റിവ്യൂ. കാരണം ബുക്ക് സ്റ്റോഴ്സിൽ കിട്ടാത്ത, അധികം ഫെമിലിയർ അല്ലാത്ത
നല്ല നല്ല ബുക്സുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് റിവ്യൂ തന്നെ. അപ്പോൾ അതുകൊണ്ട് ബുക്ക് സ്റ്റോഴ്സിൽ മോസ്റ്റ് പ്രോബബ്ലി ഇത് കിട്ടാൻ സാധ്യതയില്ല. ആൻഡ് ഇഫ് യു നോ എനി അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര പാഷനേറ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു ബുക്ക് സ്റ്റോഴ്സൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലി ദേ ക്യാൻ ബ്രിങ് ഇറ്റ് ഓവർ ഫോർ യു. അതർവൈസ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവരും ഇത് പുസ്തകം, ഇപ്പോൾ മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾസോ ഗെറ്റ് ദ ബുക്സ് ഫോർ ദ ചിൽഡ്രൻ. ഇപ്പോൾ കുട്ടികളാണെന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് യുവർ പേരൻസ് ഓർ ഹൂസ് എവർ ഇസ് ജസ്, അവരോട് വാങ്ങിത്തരാൻ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ദ റിവ്യൂ.